ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 കെമിസ്ട്രി ചാപ്റ്റർ 1 ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലാബിൽ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. So first, chemistry is branch of science that deals with preparation, properties, structure and reactions of material substances. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ നമ്മുടെ സയൻസിനെ തന്നെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ സബ്സ്റ്റൻസിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, റിയാക്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കെമിസ്ട്രി. ഇനി കെമിസ്ട്രിയെ തന്നെ പല ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കെമിസ്ട്രി തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് മാറ്റർ. മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന മാസുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് മാറ്റർ എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കോ പെന്നോ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വസ്തുവാണെങ്കിലും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ള ഒരു ഡെഫിനറ്റ് മാസുള്ള ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഇനി ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് മാറ്ററിനെ ഏതൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, ദെൻ പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. അപ്പോൾ ഇതിൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് നേച്ചറിൽ കാണപ്പെടുന്നത്. മറ്റുള്ളവയെല്ലാം സയൻറ്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേച്ചറിൽ നമ്മൾ പൊതുവെ കാണുന്ന ആ ഒരു 3 സ്റ്റേറ്റ്സ്, ഫിസിക്കൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റുകളാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. സോളിഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലുള്ള ഡിഫറൻസ് ആണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിൻ്റെ കേസിലുള്ളത്. സോളിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഓർഡർ അറേഞ്ച്മെന്റ് ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും തൊട്ടടുത്തടുത്ത് വളരെ ഓർഡറിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സോളിഡ് ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് അപ്പം മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവ അത്രയും അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയവും ഉണ്ട്. അടുത്തത് ലിക്വിഡ്. ലിക്വിഡിന്റെ കേസിൽ പാർട്ടിക്കിൾസ് അടുത്താണ്, പക്ഷെ സോളിഡിന്റെ അത്ര അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് പരസ്പരം മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ലിക്വിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ഇപ്പോൾ ലിക്വിഡ് നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്താൽ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന്, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ എടുത്താൽ ബോട്ടിന്റെ ഷേപ്പ് ആയിരിക്കും. കാരണം എന്താണ്? കാരണം ലിക്വിഡിന് മൂവ് ചെയ്യാൻ പറ്റും. സോ അവയ്ക്ക് വോളിയം ഉണ്ട്, പക്ഷേ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇനി ഗ്യാസസിന്റെ കേസിൽ എങ്ങനെയാണ്? അവ വളരെ ഫാർ അപ്പാർട്ടാണ്, പാർട്ടിക്കിൾസ് വളരെ അകന്നാണ് ഇരിക്കുന്നത്. അവയുടെ മൂവ്മെന്റ് വളരെ ഈസിയാണ്, അവയ്ക്കൊരു റെഗുലർ ഓർഡർ ഒന്നുമില്ല. സോ ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല. അപ്പോൾ ഏതൊരു കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അത്രയും തന്നെ പരന്ന് ആ ഒരു ഗേഷ്യസ് മോളിക്യൂൾസ് ഇരിക്കും. ചെറിയ ഒരു കണ്ടെയ്നറിലാണ് ഗേഷ്യസ് മോളിക്യൂൾസ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉൾക്കൊള്ളാവുന്ന അത്രയും വോളിയത്തിലിരിക്കും. ഇനി വലിയൊരു കണ്ടെയ്നറിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ രീതിയിലിരിക്കും. അപ്പോൾ ഗേഷ്യസ് മോളിക്യൂൾസിന് അല്ലെങ്കിൽ ഗേഷ്യസ് പാർട്ടിക്കിൾസിന് വോളിയവും ഇല്ല, ഷേപ്പും ഇല്ല. സോ 3 states of matter are interconvertible by changing conditions of temperature and pressure. ടെമ്പറേച്ചറും പ്രഷറും മാറ്റി നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റുകളെ മാറ്റാൻ പറ്റും. അതിന് സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഐസ് തന്നെ ഓർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് ഐസ് എടുക്കുന്നു, പുറത്ത് വയ്ക്കുന്നു. പുറത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഐസ് എന്താവും? വെള്ളമായിട്ട് മാറും, അല്ലേ? ഇനി നമ്മൾ അതെടുത്തുനിന്ന് ബോയിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. വീണ്ടും നമ്മൾ തിളപ്പിച്ചാൽ എല്ലാം ഇവാപറേറ്റ് ചെയ്തു പോകും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാലും ദെൻ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. ഇനി ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിലും ലിക്വിഡിനെ ഐസ് അല്ലെങ്കിൽ സോളിഡ് ആക്കണമെങ്കിലും എന്ത് ചെയ്യണം? റിവേഴ്സ് പ്രോസസ്സാണ് നടക്കേണ്ടതെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു ഗേഷ്യസ് മോളിക്യൂൾ അല്ലെങ്കിൽ ഗേഷ്യസ് പാർട്ടിക്കിൾ എടുക്കുന്നു. പ്രഷർ കൂടുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു അകലം കുറയുന്നു, അത് ലിക്വിഡായിട്ട് മാറുന്നു. ഇനി ലിക്വിഡിനെ വീണ്ടും പ്രഷറൈസ് ചെയ്താൽ അതിനെ സോളിഡാക്കി മാറ്റാൻ പറ്റും. ഇനി മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് മാറ്ററിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്യോർ സബ്സ്റ്റൻസും മിക്സ്ചറും. അപ്പോൾ പ്യോർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ, അത് പ്യോർ ആയിരിക്കും. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്താണ്?
പ്യുവർ സബ്സ്റ്റൻസുകളാണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ അവയിലുള്ളൂവെങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം? എലമെന്റ്സ് എന്ന് പറയാം. ഹൈഡ്രജന്, ഹീലിയം, ഓക്സിജൻ ഒക്കെ എന്താണ്? എലമെന്റ്സ് ആണ്. സോഡിയം ഒക്കെ. ഇനി ചില എലമെന്റ്സ് മോണോ അറ്റോമിക് ആയിരിക്കും, ചിലത് ഡൈ അറ്റോമിക് ആയിരിക്കും, ചിലത് പോളി അറ്റോമിക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹീലിയം പോലുള്ള മോളിക്യൂൾസ് എടുത്താൽ, അല്ലെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ എടുക്കുമ്പോൾ അവയുടെ മോളിക്യൂളിനകത്ത് ആകെപ്പാടെ ആ ഒരു ഒറ്റ ആറ്റമേ ഉണ്ടാവുള്ളൂ. മോണോ അറ്റോമിക് ആയിരിക്കും ആ മോളിക്യൂൾസ്. ഹീലിയം, നിയോൺ പോലുള്ള നോബിൾ ഗ്യാസസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ ഈ രീതിയിലുള്ള ഒരു ആറ്റം ചേർന്ന്, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി എടുക്കുമ്പോൾ ആ ഫാമിലിയിൽ ഒരാളെ ഉള്ളൂ എന്ന് സങ്കല്പിച്ച് നോക്കൂ. അതേ രീതിയിൽ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ ഒറ്റ ആൾ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് മോണോ അറ്റോമിക് എന്ന് പറയാം. ഇനി ചില ഫാമിലി എടുക്കുമ്പോൾ രണ്ടുപേരുണ്ടാവും അല്ലേ? നൈട്രജൻ, ഓക്സിജൻ പോലുള്ള മോളിക്യൂൾസ് എടുക്കുമ്പോൾ അവയുടെ കേസിൽ എങ്ങനെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ഒക്കെ രണ്ട് ആറ്റംസ് ചേർന്നാണ് മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഇനി ഫോസ്ഫറസ് ഒക്കെ പോലുള്ള മോളിക്യൂൾസ് എടുക്കുമ്പോൾ ഫോസ്ഫറസിന്റെ കേസിൽ 4 ഫോസ്ഫറസ് ചേർന്നാണ് ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോളി അറ്റോമിക് ആണ് അല്ലേ? 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ട് ഫോസ്ഫറസിന്റെ കേസിൽ. അതുപോലെ സൾഫറിന്റെ കേസിലാണെങ്കിൽ 8 സൾഫർ ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്, സൾഫർ മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, എലമെന്റ്സും കോമ്പൗണ്ട്സും. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരേ തരം ആറ്റംസ് കൂടിച്ചേർന്നുണ്ടായിരിക്കുന്നത്. കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റം കൂടിച്ചേർന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ. അപ്പോൾ ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഫിസിക്കൽ മെത്തേഡ് വഴി. അതായത് ഇപ്പോൾ നമ്മൾ വാട്ടർ എടുക്കുക, വാട്ടറിനകത്തുനിന്ന് ഹൈഡ്രജൻ, ഓക്സിജൻ നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കോമ്പൗണ്ടിന്റെ ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കോമ്പൗണ്ട്സ്, ഈ രീതിയിലുള്ള പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി മിക്സർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് അതിലുണ്ടായിരിക്കും. ഇവയിലുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഫിൽട്രേഷനോ ക്രിസ്റ്റലൈസേഷനോ ഒക്കെ. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, ഗോൾഡ് ഓർണമെന്റ്സ്, സീ വാട്ടർ, മഡി വാട്ടർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. 2 ടൈപ്പ് ഓഫ് മിക്സർ ആണുള്ളത്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സർ. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരേ സ്വഭാവമുള്ള മിക്സർ ആയിരിക്കും ഹോമോജീനിയസ് മിക്സർ. എവിടെ നിർത്താലും അതിനെല്ലാം ഒരേ ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, എയർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ വെള്ളവും പഞ്ചസാരയും മിക്സ് ചെയ്യുന്നത് ഒരു മിക്സ്ചറാണ്. പക്ഷെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരേ ക്യാരക്ടർ ആയിരിക്കും. അതൊരു ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ്. എയർ അതുപോലെ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ്. പക്ഷേ ഹെട്രോജീനിയസ് മിക്സർ ഏതാണ്? സീ വാട്ടറോ സോയിലോ, മണ്ണ് നമ്മൾ എവിടെ നിർത്താലും ഒരേ ക്യാരക്ടർ ആയിരിക്കുമോ? അല്ല. അതുപോലെ സീ വാട്ടർ പല സ്ഥലത്തും പല ക്യാരക്ടറുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ളവയെ നമുക്ക് ഹെട്രോജീനിയസ് മിക്സർ എന്ന് വിളിക്കാം. ഇനി ഈ തന്നിരിക്കുന്നവയെ, ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോമോജീനിയസ് മിക്സർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഏതൊക്കെയുള്ളത്? സിൽവർ ഉണ്ട്, എയർ ഉണ്ട്, മഡി വാട്ടർ ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ സിൽവർ എന്താണ്? സിൽവർ ഒരു എലമെന്റ് ആണ്. ഓക്കെ, എയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? മിക്സ്ചർ ആണ്. അത് എന്ത് മിക്സ്ചർ ആണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇനി മഡി വാട്ടർ എങ്ങനെയാണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്, ഒരേ ക്യാരക്ടർ അല്ല ഉള്ളത്. ദെൻ വാട്ടർ എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. ഇത്രയാണ് നമ്മുടെ ബേസിക് കെമിസ്ട്രിയിലുള്ളത്.